കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് സബ്ജക്റ്റിൻ്റെ പേര്. ഇതിൻ്റെ ക്രെഡിറ്റ്സ് 5 ക്രെഡിറ്റ് ഉള്ളതാണ്. 5 നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ക്രെഡിറ്റാണ്. പീരിയഡ്സ് പെർ വീക്ക്, ഒരു വീക്കിൽ 4 പീരീഡ് ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ പഠിച്ച ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശരിക്കും ഈ സബ്ജക്റ്റ് വരുന്നത്. അതായത് ആ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ച് നിർത്തിയിടത്തുനിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് സാധാരണ പോലെ തന്നെ 4 മൊഡ്യൂളുണ്ട്. ആദ്യത്തേത് ജനറലാണ്, നെറ്റ്വർക്കിനെ പറ്റിയാണ്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെന്താണ്, കേട്ടിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും? TCP/IP പ്രോട്ടോക്കോളിൻ്റെ 7 ലെയർ ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ ലെയർ. അതിനൊരു കീ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഓർത്തിരിക്കാൻ, ഓർക്കുന്നുണ്ടോ? അതാണെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർഡറിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കീ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഞാൻ നിങ്ങളുടെ ജൂനിയേഴ്സിനെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അവരോട് ഞാൻ വളരെ അഭിമാന പുരസ്സരം പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും TCP/IP പ്രോട്ടോക്കോളിൻ്റെ 7 ലെയറും ഇപ്പോഴും അറിയാമെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരാരെങ്കിലും നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ അറിയാമെന്ന് പറഞ്ഞാൽ മതി, അറിയത്തില്ലെങ്കിലും കേട്ടോ, അല്ലെ എനിക്ക് നാണക്കേടാം. അവരോട് ഞാൻ പറഞ്ഞു, ഈ കോഡ് വെച്ച് പറഞ്ഞിട്ടാണ് നിങ്ങൾ സീനിയേഴ്സ് എല്ലാം ഇത് ഓർത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊരിക്കലും മറക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചതാണ്, ഓർക്കുന്നില്ലേ? ഇത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള PSC പരീക്ഷയ്ക്ക് ഒരു 98% ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും, TCP/IP പ്രോട്ടോക്കോളിൽ നിന്ന്. അതിനകത്തുള്ളതാണ് ഫിസിക്കൽ ലെയർ. പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ, ഓർക്കുന്നില്ലേ? പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഓർക്കുന്നില്ലേ? ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻസ് ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, അല്ലേ? അതിനകത്തൊക്കെ വരുന്നതല്ലേ ഇതൊക്കെ ഏതാണ്ട്, അല്ലേ? അതിനകത്തെ കുറച്ച് മെയിൻ ലെയറുകളുടെ പരിപാടിയാണ് ഇതിൽ പഠിക്കുന്നത്. ഫിസിക്കൽ ലെയർ ഞാൻ പറഞ്ഞു, കൂടുതൽ ഇലക്ട്രോണിക്സുകാർക്ക് ആപ്ലിക്കേഷൻ വരുന്നതാണ് ഫിസിക്കൽ ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ കുറേ വർക്കിംഗ് ഒക്കെ നമ്മൾ, എറർ കറക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചായിരുന്നു, S3 പഠിച്ചായിരുന്നു. നെറ്റ്വർക്ക് ലെയർ ഈ സെമിസ്റ്ററിൽ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്, ട്രാൻസ്പോർട്ട് ലെയർ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് സെഷൻസ് ലെയർ ഒക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ആപ്ലിക്കേഷൻ ലെയർ, ഇത് 3 പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞു ജനറലി നെറ്റ്വർക്കിനെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ ഒരു ടോപ്പിക്ക്, ആദ്യത്തെ 3 ടോപ്പിക്കുകൾ, 4 ടോപ്പിക്ക് എന്ന് പറയാം. ആദ്യത്തെ 4 ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ്, S3 പഠിച്ച സിലബസ് തന്നെയാണ് ഉള്ളത്. മെഷ് ടോപ്പോളജി, ലാൻഡ് ടോപ്പോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഓടിച്ച് പറയത്തേ ഉള്ളൂ. നോട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടൊന്ന് നോട്ട് എഴുതിക്കൊള്ളുക. ഒരു ബുക്കുണ്ടായിരിക്കണം നെറ്റ്വർക്കിന്. പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, തിയറി മാത്രമേ ഉള്ളൂ, ലാബില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളും ആയിരിക്കും. നിങ്ങൾ CNE ലാബിലൊക്കെ ഇതിനെപ്പറ്റി കുറേ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ തിയറി പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് വയേർഡ് ലാൻ 802 പ്രോട്ടോക്കോൾ, ഇതൊക്കെ സ്റ്റാൻഡേർഡ്സാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫംഗ്ഷൻ, 3 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഓരോ മൊഡ്യൂളിലും. പൊതുവേ എളുപ്പമുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ ഇതിൽ? പറഞ്ഞോ. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഒരു ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ദ ടേം ടെലികമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 പേര് ഇത്തിരി ഡിസ്റ്റൻസിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ്. നിങ്ങൾ വാട്സാപ്പ് വഴിയൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ ഫോൺ വിളിക്കുന്നത്. അങ്ങനത്തെ ഇച്ചിരി ഡിസ്റ്റൻസിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനാണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേർഡ് ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ഇൻ വാട്ട് എവർ ഫോം എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് ഡാറ്റ. ഇതേപടി തന്നെ നമ്മൾ S3 പഠിച്ചതാണ് ഡാറ്റ എന്താണെന്നുള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ഈ ഡെഫിനിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് S3 പഠിച്ച അതേ ഡെഫിനിഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ S3 പഠിപ്പിച്ചിരിക്കുന്ന S3 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാണോ അതിൻ്റെ സെയിം ടെക്സ്റ്റ് തന്നെയാണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന S5 പേപ്പറിന്. അതുകൊണ്ടാണ് ഡെഫിനിഷനൊക്കെ അങ്ങനെ തന്നെ സെയിം ആയിട്ട് വരുന്നത്.
ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആറല്ല കേട്ടോ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് എന്ന് വേണം. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഈസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇംഗ്ലീഷ് എനിക്കും അത്ര വശമില്ല. ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ് വയ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം സച്ച് ആസ് എ വയർ കേബിൾ. ഒരു വയർ കേബിളോ അല്ലെ വയർലെസ് മീഡിയോ എന്തെങ്കിലും ഒരെണ്ണം തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് രണ്ടു പേർക്ക് മനസ്സിലാകുന്ന എഗ്രീഡ് ഫോർമാറ്റിലുള്ള ഒരു കാര്യത്തിനാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതിന് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാർ തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 5 കമ്പണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ കമ്പണൻറ്റ് മെസ്സേജ്. എന്താണോ അയക്കുന്നത് അതാണ് മെസ്സേജ്. സെൻഡർ എന്ന് പറയുന്നത് സെൻഡർ ആരാണോ അയക്കുന്നത് അതാണ് സെൻഡർ. റിസീവർ എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ആൾ ആരാണോ അതാണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് വഴി ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളാണ് സെൻഡർ, ആർക്കാണോ അയക്കുന്നത് അയാളാണ് റിസീവർ. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്സാപ്പ് വഴി അയക്കുകയാണെങ്കിൽ വയർലെസ് ആണ്, അല്ലെങ്കിൽ വയേർഡ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടാകണം. എന്തെങ്കിലും ഒരു ഡിവൈസിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം. നിങ്ങൾ വീട്ടിലെ TV റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ വയർലെസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കമ്പ്യൂട്ടർ കീബോർഡ് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും വയേർഡ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മീഡിയം ആവാം ട്രാൻസ്മിഷൻ മീഡിയം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പ്രോട്ടോകോൾ. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകണം. അയാൾ ഇങ്ങനെ റിപ്ലൈ ചെയ്താൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാകണം. പ്രോട്ടോകോൾ നിയമങ്ങളുണ്ടാകണം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കണം. ഇതൊന്നും അല്ലാത്ത എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്താ, രണ്ടുപേരും തമ്മിൽ എഗ്രീഡ് അപ്പോൺ ഫോർമാറ്റില്ല. മലയാളം എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിൽ എഗ്രി ചെയ്തേക്കുന്ന ഫോർമാറ്റാണ്. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോട്ടോകോൾ പോലെ നമുക്ക് പറയാം. ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇന്നതാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. ഡാറ്റ ഫ്ലോ ബേസ് ചെയ്ത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തേത് ഹാഫ് ഡ്യൂപ്ലക്സ്, മൂന്നാമത്തേത് ഫുൾ ഡ്യൂപ്ലക്സ്. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ നിന്ന് പഴയ രീതിയിലുള്ള സാധാ മോണിറ്ററിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സിംഗിൾ ഡയറക്ഷനാണ് അല്ലേ. കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്ക് മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണ കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന 1 ഡയറക്ഷണൽ ട്രാൻസ്ഫർ ആണ്. അതായത് ആ മീഡിയത്തിൽ കൂടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഇതെന്ന് പറയും, സിംപ്ലക്സ് എന്ന് പറയും. ഹാഫ് ഡ്യൂപ്ലക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അതിനുള്ള എക്സാമ്പിളാണ് വാക്കി ടോക്കി ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ. നമ്മുടെ പോലീസുകാരുടെ ഇരിക്കുന്ന സാധനം, ഹലോ ഓവർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സാധനം, അതാണ് ഹാഫ് ഡ്യൂപ്ലക്സ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? അടുത്തത് ഫുൾ ഡ്യൂപ്ലക്സ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന. 2 ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ നടക്കും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഇങ്ങോട്ടും പറയാൻ പറ്റുന്നുണ്ട്. അതായത് 2 ഡയറക്ഷനിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതാണ് ഫുൾ ഡ്യൂപ്ലക്സ്. സാധാരണഗതിയിൽ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഹാഫ് ഡ്യൂപ്ലക്സ് ഈ പറഞ്ഞ പോലെ വാക്കി ടോക്കി അങ്ങനത്തെ സാധനങ്ങളിലേ ഉള്ളൂ. സിംഗിൾ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോ ട്രാൻസ്മിഷനൊക്കെ സിംഗിൾ ഡയറക്ഷനാണ്. സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ റേഡിയോയിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് മാത്രമേ ഡാറ്റ വരുന്നുള്ളൂ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ കൂടെ. അല്ലെങ്കിൽ റേഡിയോ ജോക്കിയുടെ നമ്പർ എടുത്തിട്ട് വിളിച്ച് സംസാരിക്കണം. അപ്പോൾ അത് വേറെ ചാനലിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് 3 സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്. ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങളുടെ S3യുടെ നോട്ട് ഉണ്ടാവും. ഇല്ല എങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കുക. എന്തായാലും എഴുതിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കും. 3 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സിംപ്ലക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂണി ഡയറക്ഷണൽ. ഓൺലി വൺ ഓഫ് ദി 2 ഡിവൈസസ് ഓഫ് ദി ലിങ്ക് ക്യാൻ ട്രാൻസ്മിറ്റ്. ഒരെണ്ണത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കീബോർഡ് കമ്പ്യൂട്ടറും തമ്മിലാണെങ്കിൽ കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ പറ്റുള്ളൂ. കമ്പ്യൂട്ടറും മോണിറ്ററും തമ്മിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്ക് മാത്രമേ പറ്റുള്ളൂ. കീബോർഡ്സ് ആൻഡ് ട്രഡീഷണൽ മോണിറ്റേഴ്സ് ആണ് എക്സാമ്പിൾ. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത് മോഡ് ഇൻ വിച്ച് ഈച്ച് സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് പറ്റത്തില്ല. ഒരാൾ ട്രാൻസ്മിറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷമേ അടുത്തയാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാക്കി ടോക്കിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടൈം ഡിവിഷനാണ്. ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഒരാൾക്ക് പറയാൻ കുറച്ച് സമയം കൊടുക്കും, അതിനുശേഷം മറ്റേയാൾക്ക് പറയാൻ കൊടുക്കും. അതാണ് അവർ ഓവർ എന്ന് പറയുന്നത്. ഓവർ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കഴിഞ്ഞു, അടുത്തയാൾക്ക് തുടങ്ങാമെന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തേത് പറഞ്ഞോ.
ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ആണ് സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ബോത്ത് സ്റ്റേഷൻ ക്യാൻ റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഡാറ്റ സൈമൾട്ടേനിയസ്ലി. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫോണിൽ ഒരാളോട് വഴക്കുണ്ടാക്കണമെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനിലേ പറ്റുള്ളൂ. കാരണം വഴക്കുണ്ടാക്കുമ്പോൾ രണ്ടുപേരും ഉറക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിലേ പറ്റുള്ളൂ. വഴക്കുണ്ടാക്കുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാനുള്ള സമയം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവിടെ ഫുൾ ഡ്യൂപ്ലെക്സ് മാത്രമേ നടക്കത്തുള്ളൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. ഇൻഫർമേഷനും റിസോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മൊബൈലുമായിട്ട് കണക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. സെൻറ്ററുണ്ട്, റിസീവറുണ്ട്, കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എന്നെ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഒരു പ്രത്യേക പേര് പറയും. എന്താണത്? എന്നെ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ ആ നെറ്റ്വർക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? എന്നെ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് എന്താണ് പേര് പറയുന്നത്? ഹലോ, കേൾക്കാമോ? ഹലോ, പോയോ? പോയിട്ടില്ല, അറിയത്തില്ലെന്നേ ഉള്ളൂ. അംബാനി തരുന്ന സാധനത്തിൻ്റെ പേരെന്നാ? ഇൻ്റർനെറ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് നെറ്റ്വർക്കാണ് തരുന്നത്. ആ തരുന്ന ആ നെറ്റ്വർക്കിൻ്റെ പേരാണ് ഇൻ്റർനെറ്റ്. ലോകത്തിലുള്ള എല്ലാ സിസ്റ്റത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്, ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് അവകാശപ്പെടാവുന്ന സാധനമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ ഞാനിട്ട് വായിട്ടലിക്കാനേ ഉള്ളൂ, ഒന്നും ഓർക്കുന്നില്ല അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്: ഷെയർ റിസോഴ്സസ് ടു കമ്പ്യൂട്ടർ, ക്രിയേറ്റ് ഫയൽസ് ആൻഡ് സ്റ്റോർ ദം ഓൺ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസ്. രണ്ട് തമ്മിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാനും ഡാറ്റ ഷെയർ ചെയ്യാനും ഹാർഡ്വെയർ ഷെയർ ചെയ്യാനും ഉപയോഗിക്കും. 3 രീതിയിൽ ഉപയോഗിക്കും. അതിൽ ഹാർഡ്വെയർ ഷെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 10 കമ്പ്യൂട്ടർ ഉണ്ടാകും. 10 കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആവും. ആ നെറ്റ്വർക്കിൽ മറ്റൊരു പ്രിൻ്റർ ഉണ്ടാവും. അപ്പോൾ ആ പ്രിൻ്റർ ഈ 10 കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. അതാണ് ഹാർഡ്വെയർ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റണം. അപ്പോൾ അതെന്താണ്? ഫയൽ ഷെയറിംഗ് അല്ലെ ഡാറ്റ ഷെയറിംഗ് ആണ്. ഇനി ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഷെയറിംഗ് ആണ്. അങ്ങനെ 3 രീതിയിലുള്ള ഷെയറിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഹാർഡ്വെയർ യൂസ്ഡ്, ഇത് ഇത്രയും ഡീറ്റെയിൽഡൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു സ്ലൈഡ് എഴുതിയെടുക്കണമെന്നില്ല. നെറ്റ്വർക്ക് കേബിൾ വേണം, കണക്റ്റിംഗ് ഡിവൈസ് വേണം, നെറ്റ്വർക്ക് കാർഡ് വേണം, എക്സ്റ്റേണൽ നെറ്റ്വർക്ക് കാർഡ് വേണം, മോഡം വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണം. അതൊന്നും അത്രയും ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട കാര്യമില്ല. ഇനി ഫിസിക്കൽ സ്ട്രക്ചർ: നെറ്റ്വർക്ക് ഈസ് 2 or more devices connected through a link. A link is a communication pathway that transfers data from one device to another. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈൻ കാണത്തില്ല, ചിലപ്പം അതിൽ ഒരു വയർലെസ് ആയിരിക്കും, ചിലപ്പം വയേർഡ് ആയിരിക്കും. എന്തായാലും ആ ചാനലിന് പറയുന്ന പേരാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ഒക്കർ 2 devices must be connected in some way to the same link at the same time. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? നിങ്ങളുടെ കമ്പ്യൂട്ടർ, ഞാനിവിടെ നിന്ന് കണക്ഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ് ഒരു ലിങ്കിൽ കൂടെയാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെ ലിങ്ക് ഉണ്ടായിരിക്കണം. ദെയർ ആർ 2 possible type of connections: പോയിന്റ് ടു പോയിന്റ്, മൾട്ടി പോയിന്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോയിന്റ് ടു പോയിന്റ് എന്താണ്? പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിൻ്റെ അറ്റത്ത് ഒരറ്റത്ത് ഒരു കമ്പ്യൂട്ടറും മറ്റേ അറ്റത്ത് വേറൊരു കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളെങ്കിൽ അതിന് പോയിന്റ് ടു പോയിന്റ് പറയും. ഈ കമ്പ്യൂട്ടർ ഞാൻ എപ്പോഴും പറയുമെങ്കിലും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉള്ള കമ്പ്യൂട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. ലാപ്ടോപ്പ്, മറ്റേ ഫോണ്, ഐപാഡ്, ഐഫോൺ അല്ല, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ഏത് 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറും നിങ്ങളുടെ കമ്പ്യൂട്ടറും തമ്മിൽ ഒരു ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ വേറെ ആരും കണക്ഷൻ ഇല്ല, എനിക്ക് നിങ്ങൾക്ക് മാത്രമേ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയും. The entire capacity of the link is reserved for transmission. Most of the point-to-point connection uses actual length of the wire cable.
രണ്ടും തമ്മിൽ സാധാരണ ഒരു വയർ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് ടു പോയിന്റ് കണക്ഷന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ടി വിയുടെ റിമോട്ടും ടി വിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. പോയിന്റ് ടു പോയിന്റ് ആണ്. ടി വിയിൽ നിന്ന് റിമോട്ടിൽ നിന്ന് ടി വിയിലേക്ക് മാത്രം ഒരു 2 പോയിന്റ് ഇങ്ങേ അറ്റത്തുള്ള. അപ്പോൾ ആ ലിങ്ക് ടി വിയിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഒരു ലിങ്ക് ഉണ്ട്. അതിൻ്റെ ഒരറ്റത്ത് റിമോട്ടുണ്ട്, മറ്റേ അറ്റത്ത് കമ്പ്യൂട്ടറും ഉണ്ട്. ഇമാജിനറി ലിങ്കാണ്, വയർ ആക്ച്വലി കാണാൻ പറ്റില്ല, പക്ഷേ എയർ കൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. മൾട്ടി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയർ ഉണ്ടാവും, ആ വയറിൽ നിന്ന് ഇഷ്ടം പോലെ കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ ടി വി നെറ്റ്വർക്കാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ മൾട്ടി പോയിന്റ്. Multi-point connection is one in which more than two specific device share the single link. ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതിനാണ് മൾട്ടി പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി പോയിന്റ് എൻവയോൺമെൻറ്റ് കപ്പാസിറ്റി ഓഫ് ദ ചാനൽ ഇസ് ഷെയർഡ് സ്പേഷ്യലി ആൻഡ് ടെമ്പറലി. അതായത് അതിൻ്റെ ആ ഡാറ്റ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടാവും. ഷെയർ ചെയ്യുന്നത് സ്പേഷ്യലി ആവാം, ടെമ്പറലി ആവാം. ടെമ്പറലി എന്ന് പറഞ്ഞാൽ ടൈം ബേസ് ചെയ്തിട്ടാവാം, സ്പേഷ്യലി എന്ന് പറഞ്ഞാൽ സ്പേസ് ബേസ് ചെയ്തിട്ടാവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇഷ്ടം പോലെ FM റേഡിയോകളുണ്ട്. ഈ ഓരോ FM റേഡിയോയും നമുക്ക് ഓരോ FM റേഡിയോയും സ്പേസ് ഷെയർ ചെയ്തേക്കുവാണ്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ചാനൽ വേറെ വേറെയാണ്. ഒരാൾ 93.5 ഉണ്ടാവും, ഒരാൾ 98 പോയിൻ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവരെന്താണ് സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇനി അതല്ല, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൂരദർശൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം നാഷണൽ ട്രാൻസ്ഫർ ചെയ്യും. ഞായറാഴ്ച 4 മണിയാകുമ്പോൾ മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ദൂരദർശൻ്റെ ട്രാൻസ്മിഷൻ തുടങ്ങും. മറ്റേത് നാഷണൽ ദൂരദർശനാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ഹിന്ദി പ്രോഗ്രാമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മലയാള സിനിമ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ടെമ്പറൽ ഷെയറിങ്. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി എന്നല്ല ഉദ്ദേശിക്കുന്നത്, ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. In several devices can use the link simultaneously. It is spatial shared connection. ഒന്നിൽ കൂടുതൽ ആൾക്കാർ സ്പേഷ്യലി ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം അവർ ആ ഡിവൈസ് എല്ലാം എല്ലാത്തിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്കുള്ള കേബിൾ ടി വി എടുത്താലും ശരി, കേബിൾ ടി വിക്കകത്ത് പല ഫ്രീക്വൻസി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓരോ ഫ്രീക്വൻസിയിലും ഏഷ്യാനെറ്റ് ഒരു ഫ്രീക്വൻസിയിലും, ഏഷ്യാനെറ്റ് ന്യൂസ് വേറൊരു ഫ്രീക്വൻസിയിലും, മഴവിൽ മനോരമ വേറൊരു ഫ്രീക്വൻസിയിലും ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്പേസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്, സ്പേഷ്യൽ ട്രാൻസ്മിഷനാണ്. ഈ ടെമ്പറൽ ട്രാൻസ്മിഷൻ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ വളരെ കുറവാണ്. പണ്ട് കാലത്തെ അത് യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴും യൂസ് ചെയ്യുന്നതുണ്ടാവും, പക്ഷേ കൂടുതലും മറ്റേതാണ്, കാരണം അതാണ് കുറച്ചുകൂടി എഫിഷ്യൻറ്റ്. ഇതാണ് പോയിന്റ് പോയിന്റും മൾട്ടി പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. പോയിന്റ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം, ലിങ്കിൻ്റെ രണ്ടറ്റത്ത് ഓരോ ഡിവൈസ് ഉണ്ടാവും. പക്ഷേ മൾട്ടി പോയിന്റ് ആകുമ്പോൾ ചെറുപറാകുന്ന സിസ്റ്റങ്ങളുണ്ടാവും. ഇനി ഫിസിക്കൽ ടോപ്പോളജിയാണ്. ദി ടേം ഫിസിക്കൽ ടോപ്പോളജി റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് നെറ്റ്വർക്ക് ഈസ് ലെയ്ഡ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4 ടൈപ്പ് ഓഫ് ടോപ്പോളജി ഉണ്ട്. ഫിസിക്കലി അതിനെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു എന്ന് പറയുന്നതാണ്. ഏതൊക്കെയാണ് ടോപ്പോളജി ഓർക്കുന്നുണ്ടോ? ദ ടോപ്പോളജി ഓഫ് എ നെറ്റ്വർക്ക് ഇസ് ദ ജിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദാറ്റ് ലിങ്ക്സ് ആൻഡ് ദ ലിങ്കിങ് ഡിവൈസസ്. ഓർക്കുന്നുണ്ടോ ടോപ്പോളജി ഏതൊക്കെയാണെന്നുള്ളത്? സ്റ്റാർ, മെഷ്, ബസ്, റിങ്, 4 ടോപ്പോളജി ഉണ്ടായിരുന്നു. ഏതാ ഏറ്റവും നല്ലത്? നമ്മുടെ യൂസ് പോലെ ഇരിക്കും. ഓരോന്നിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിരിക്കും. ഏതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ആദ്യത്തെ മെഷ് ടോപ്പോളജി, അത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ നിർത്തണോ? ഇത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? കുഴപ്പമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ടോപ്പോളജിയും കൂടെ പറഞ്ഞു നിർത്തട്ടെ? സാറിങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് വേണ്ടെന്ന് പറയുന്നത് അല്ലേ? മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ്. ഓരോ കമ്പ്യൂട്ടറിൽ നിന്നും ബാക്കി എല്ലാ കമ്പ്യൂട്ടറിലേക്കും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് അഡ്വാൻറ്റേജ്? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് N ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് N-1 ലൈൻസ് പോകുന്നുണ്ടാവും അല്ലേ? N-1 ലൈൻസ് ഓരോ കമ്പ്യൂട്ടറിലേക്കും പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 5 എണ്ണം ഉള്ളതാണ്. ഇതിൽ നിന്ന് 1, 2, 3, 4 കണക്ഷൻ പോകുന്നുണ്ട്. അതുപോലെ ഏത് സ്റ്റേഷൻ എടുത്താലും അതിൽ നിന്ന് 4 കണക്ഷൻ പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ വയർ വേണ്ടി വരും. ഇതിൽ 6ാമതൊരു കമ്പ്യൂട്ടർ കൊണ്ട് വെക്കണമെന്ന് വയ്ക്കുക. 6ാമതൊരു കമ്പ്യൂട്ടർ കൊണ്ട് വെക്കണമെങ്കിൽ അത് എല്ലാത്തിലും അതിലേക്ക് കണക്ഷൻ എടുക്കാൻ പറ്റണം. അതിൽ ഈ പറഞ്ഞ 5 പോർട്ടുകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും ഒരു ഡിവൈസ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്.
ഒത്തിരി വയർ വേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ പാത്തിൽ കൂടെ നടക്കുകയുള്ളൂ. അപ്പോൾ വേറെ ആർക്കും ട്രാഫിക് ഉണ്ടാവില്ല. ആ ഫോൾട്ട് ഐസൊലേഷൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു വയർ കേടായിപ്പോയാൽ ആ വയർ മാത്രം മാറ്റിയാൽ മതി. അങ്ങനത്തെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഡിവൈസിൽ നിന്നും n-1 കണക്ഷൻസ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ n ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണക്ഷൻസ് എത്രയായിരിക്കും? ഒരു ഡിവൈസിൽ നിന്ന് 4 ഈ കേസിൽ എത്ര കണക്ഷൻ ഉണ്ട്? ഈ കേസിൽ എത്ര കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് എണ്ണി നോക്കിയേ. വീട്ടിൽ അടുക്കളയിൽ അമ്മിക്കല്ലിൽ അരച്ചുകൊണ്ടിരിക്കാത്തവരൊക്കെ ഇതെടുത്ത് നോക്കും. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും ചിലപ്പം. അവരാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് നോക്കിയാൽ മതി. അല്ലാത്തവരുണ്ടെങ്കിൽ പറയുക. അല്ലാത്തവരാരും ഇല്ലേ? 10 ഉണ്ടാവും. ഈ കേസിൽ n എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ ഈ 5ൽ നിന്ന് എങ്ങനെയാണ് 10 കിട്ടിയത്? സിമ്പിൾ അല്ലേ? 5 × 2 10 അല്ലേ? ആണോ? 5 × 2 10. അങ്ങനെയാണെങ്കിൽ 6 അല്ല 10 കമ്പ്യൂട്ടർ ഉണ്ടാവുമെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 10 കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ലൈൻ വേണമായിരുന്നു? 20 മതിയാവോ? n ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഓരോ ഡിവൈസിൽ നിന്നും n-1 ലൈൻസ് പോകുന്നുണ്ടാവും. n-1 4 ലൈൻസ് ഇവിടെ പോകുന്നുണ്ട് അല്ലേ? അങ്ങനത്തെ എത്ര ഡിവൈസ് ഉണ്ട്? അങ്ങനെ n ഡിവൈസസ് ഉണ്ട്. അപ്പോൾ n × n-1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ n × n-1 എന്ന് കിട്ടുമ്പോൾ എന്ത് കിട്ടും? 5 × 4 20 എന്ന് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ ലൈൻ കണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇത് തന്നെയാണ് പോകുന്നത്. അതായത് 2 സ്റ്റേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു വയർ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ n × n-1 വേണ്ട, അതിൻ്റെ പകുതി മതി. കാരണം ഒരു വയറിൽ കൂടെ 2 ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വയറും ഇവിടുന്ന് ഇങ്ങോട്ട് വേറൊരു വയറും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 20 കണക്ഷൻ വന്നാനെ. പക്ഷേ 2 സെപ്പറേറ്റ് ആയിട്ടില്ല. ഇവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇവൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൂടി ഒരു ഇതാണ്. അതുകൊണ്ട് n × n-1/2 ആണ്. അങ്ങനെയാണ് നമുക്ക് 10 കിട്ടിയത്. 5 × 4 20/2 10 കിട്ടി. 20 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ n × n-1 എന്ന് പറയുന്നത് 20 × 19 /2 എന്ന് കിട്ടും. അപ്പം 19 × 10 എന്ന് കിട്ടും. 190 കണക്ഷൻസ് ഉണ്ടാകും. 190 വയറുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. 10-20 കമ്പ്യൂട്ടർ വട്ടം വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് നോക്കാം എത്ര വര ഉണ്ടാവുമെന്ന് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ അത് തന്നെയാണ്. മെഷ് ടോപ്പോളജി വി നീഡ് n × n-1/2 ഡ്യൂപ്ലെക്സ് മോഡ് കണക്ഷൻ. ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനാണ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. 2 സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ n × n-1/2 വയേഴ്സ് ഉണ്ടാവും. ഇതിൽ സെവറൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ്, the use of dedicated link guarantees that each connection can carry its own data load, thus eliminating the traffic problem that can occur. അതായത് ട്രാഫിക്ക് കുറയും, ഓരോന്നിലും ലോഡ് കൂടുതലായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. സെക്കൻഡ്, റോബസ്റ്റ് ആണ്. എന്താണ് റോബസ്റ്റ്? ജാവ റോബസ്റ്റ് അല്ലേ? റോബസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫെയിലിയർ എന്നാണ് കേട്ടോ. അപ്പം ഇനി കടയിൽ പോയിട്ട് റോബസ്റ്റ പഴം മേടിക്കുമ്പോൾ ചേട്ടാ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫെയിലിയർ 2 കിലോ എന്ന് പറയണ്ട, അത് വേറെയാണ്. ഇത് റോബസ്റ്റ് ആണ്. റോബസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഫെയിലിയർ ഉണ്ടായാൽ, അതായത് എന്തെങ്കിലും ഒരു കേട് വന്നാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ഡിവൈസ് തമ്മിൽ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആ ഡിവൈസ് തമ്മിലൊരു പ്രശ്നം വന്നാൽ, ആ കണക്ഷനിലൊരു ഫെയിലിയർ വന്നാൽ എന്താണ്, അത് ആ 2 മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഡിവൈസ് അപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫെയിലിയർ കൂടുതലാണ്. ജാവ റോബസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും അബദ്ധം ചെയ്താലും പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതാണ് ജാവ റോബസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തേത് പ്രൈവസി ഉണ്ട്. കാരണം 2 ഡിവൈസ് തമ്മിൽ ഡെഡിക്കേറ്റഡ് കണക്ഷനാണ്. അത് വേറെ ആരും അതിനിടയ്ക്ക് കണക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അയക്കുന്ന ഡാറ്റ അവന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫൈനലി പോയിന്റ് ടു പോയിന്റ് ലിങ്ക്സ് മെയിൽഡ് ഫോൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ. അതാ ഞാൻ പറഞ്ഞത്, ഫോൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമാണ്. ഐഡൻറ്റിഫിക്കേഷനും ഐസൊലേഷനും 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ വേറെ കൂടുതൽ നെറ്റ്വർക്കിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആ 2 ഡിവൈസ് എടുത്ത് നോക്കുക.
അവന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക. അവന്മാർക്ക് രണ്ടും കുഴപ്പമില്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന വയർ എടുത്ത് നോക്കുക. അപ്പോൾ ഫോൾട്ട് ഐസൊലേഷൻ എളുപ്പമായിരിക്കും. The main disadvantage of mesh are related to the amount of cabling and the number of IO ports required. ഇതൊരു പോയിൻ്റാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഡിവൈസസ് ഉണ്ടെങ്കിൽ 10 കമ്പ്യൂട്ടർ ഉള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 20 കമ്പ്യൂട്ടർ ഉള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ 190 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യേണ്ടി വരും. തന്നെയുമല്ല ഓരോന്നിലും 19 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് വേണം. കാരണം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ബാക്കി 19 പോർട്ടിലേക്കും കണക്ഷൻ കൊടുക്കണം. അപ്പോൾ 19 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് വേണം. ഒരു പോയിന്റും കൂടെ ഇതിലില്ലാത്തത് ഞാൻ പറയാം, അഡീഷണൽ റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്. റീകോൺഫിഗറേഷൻ, അതായത് 20 സിസ്റ്റം ഉണ്ടെങ്കിൽ 21ാമത് ഒരു സിസ്റ്റം ആഡ് ചെയ്യണമെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിലും പോയിട്ട് ഈ വയർ വെച്ച് കണക്ട് ചെയ്യണം, അഡീഷണൽ പോർട്ട് എടുക്കണം, അതിൽ നിന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതാണ് മെഷ് ടോപ്പോളജി. അപ്പോൾ ഇത് വെച്ച് വേണമെങ്കിൽ തൽക്കാലം നമുക്കിവിടെ നിർത്താം. സ്റ്റാർ ടോപ്പോളജി അടുത്ത ക്ലാസ്സിൽ പറയാം.